ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കർക്കിടകത്തിൽ ചെറുധാന്യങ്ങളുടെ ഉപയോഗം, ഇതെങ്ങനെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കർക്കിടക മാസത്തിൽ നമ്മൾ ഭക്ഷണച്ചിട്ടകൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായ ഒരു മാസമാണ് ഈ കർക്കിടകം. ഈ ഒരു മാസം നമ്മൾ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തേണ്ടതും അതും വരും ഉള്ള മാസങ്ങളിലേക്കുള്ള ഒരു ആരോഗ്യ പരിചരണം കൂടിയാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഉലുവ മരുന്ന്, നവധാന്യം, ഉലുവക്കഞ്ഞി എന്നിവയെല്ലാം ഈ മാസത്തിൽ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു ഭക്ഷണം കൂടിയാണ് മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള മില്ലറ്റ് കഞ്ഞികളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ കർക്കിടകത്തിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. പോഷകസമൃദ്ധമായ ഈ ധാന്യങ്ങൾ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ഇത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഈ സമയത്ത്, മഴക്കാലമാണ്, നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു മാസം കൂടിയാണ് ഈ കർക്കിടകം. ആ ഒരു സമയത്ത് ഈ ചെറുധാന്യങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ ചെറുധാന്യങ്ങൾ ആരോഗ്യത്തിന് വളരെ മികച്ചതാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നോക്കുമ്പോൾ ചെറുധാന്യങ്ങളിൽ കൂടുതലായിട്ട് നാരുകളും വൈറ്റമിനുകളും ധാതുക്കളും, അതായത് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. അതുപോലെ തന്നെ ഇതിന് ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഈ ചെറുധാന്യങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുകയും അതുപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നുണ്ട്. ഈ നമ്മളുടെ ചെറുധാന്യത്തിൽ കുറേയധികം ഫൈബർ, നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുടലിലുള്ള വിഷാംശങ്ങളെയൊക്കെ ഒരു സ്കാവഞ്ചിങ് അല്ലെങ്കിൽ അടിച്ചു വാരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണക്കുടലിനെ വൃത്തിയാക്കി കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളതാണ് ഫൈബേഴ്സ്. അത് ഈ ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ദഹനത്തിനെ കൂടുതൽ മികച്ചതാക്കുന്നുണ്ട്. പിന്നെ ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഈ മാസത്തിൽ കൂടുതലായിട്ട് വേണ്ട, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് പ്രതിരോധശേഷി. അതും നമ്മളുടെ മില്ലറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഈ ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേഷനെ തടയുന്നതാണ്. നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ്, കൊഴുപ്പിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഫോം ചെയ്യും. ഇതാണ് നമ്മൾക്ക് ക്യാൻസറിനൊക്കെ കാരണമാകുന്ന കോശങ്ങളായിട്ട് തിരിയുന്നതിന് കാരണമാകുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻസ് പോലത്തെ ഫുഡുകൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ ഇവ തടയുന്നു. അങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്ന ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നു. പിന്നെ ചെറുധാന്യങ്ങളിൽ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെയാണ് ഇതിൽ ശരീരഭാരം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിനും കാരണമാകുന്നത്. പിന്നെ ഇത് വൻകുടൽ ക്യാൻസറിനുള്ള ചാൻസ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുടലിനെ ആരോഗ്യമായിട്ട് കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളതാണ് ഫൈബറുകൾ. അത് നമ്മുടെ ഈ മില്ലറ്റിൽ ഉണ്ട്. പിന്നെ രക്തസമ്മർദ്ദം, BP കുറയ്ക്കുന്നുണ്ട്, പ്രമേഹത്തെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മില്ലറ്റ്സ് ഡയബറ്റീസ് പേഷ്യൻസിൽ എങ്ങനെ വർക്കിംഗ് ആവുന്നുള്ളതെന്ന്. പിന്നെ ഇത് ഹൃദയധമനിയെ സംരക്ഷിക്കുന്നു. നമുക്ക് ഡയബറ്റീസൊക്കെ വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അതുകളിൽ നിന്നൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കാനായിട്ട് മില്ലറ്റുകൾക്ക് പറ്റുന്നതാണ്. പിന്നെ ഇതിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായൊരു ഭക്ഷണം കൂടിയാണ് മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. ഇനി ഇതൊരു സൂപ്പർ ധാന്യങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് സൂപ്പർ ഫുഡാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മുടെ പൂർവികർക്ക് മികച്ച ആരോഗ്യം, ദീർഘായുസ്സും സമ്മാനിച്ചിരുന്നത് ഈ ചെറുധാന്യങ്ങളുടെ ഉപയോഗമാവാം. പണ്ടത്തെ തലമുറയൊക്കെ ഇങ്ങനത്തെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ അവർ കൂടുതലായിട്ട് എടുത്തിരുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസം അവർ കൂടുതൽ അധ്വാനമുള്ള ജോലികളിൽ നിന്നൊക്കെ പിന്മാറി അവർ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ളൊരു മാസമായിട്ട് അവരത് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറ കൂടുതൽ ഫാസ്റ്റ് ഫുഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൊക്കെ കുറേയധികം മടിയാണ് എല്ലാവർക്കും. ടേസ്റ്റി ഫുഡായിരിക്കണം, ഭയങ്കര കളർഫുള്ളായിരിക്കണം. അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക്
ഇങ്ങനത്തെ ഹെൽത്തി ഫുഡുകളും ടേസ്റ്റ് കുറഞ്ഞതുമായതും അതുപോലെ തന്നെ കളർഫുള്ളല്ലാത്ത ഫുഡുകളിലേക്ക് ആരും അതിന് എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷെ കുറേ പേരൊക്കെ ഇപ്പോഴും ആ ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് അതും പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറുധാന്യങ്ങൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ശിശുക്കൾക്ക് പോലും ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ റാഗി പോലെയൊക്കെ കുറുക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തെ പോഷിപ്പിക്കുകയും പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, ദഹനനാളത്തിലെ പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റുന്നുണ്ട്. അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്ന ഈ കാലത്ത് ആളുകൾക്കിടയിൽ ആരോഗ്യബോധം പെട്ടെന്ന് വർദ്ധിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കഴിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ ഗുണവും കഴിവും തിരിച്ചറിയേണ്ടത്. മനുഷ്യകുലത്തിന് പ്രകൃതിയുടെ തന്നെ ഏറ്റവും മികച്ചൊരു സമ്മാനങ്ങളാണ് ഈ ചെറുധാന്യങ്ങൾ. നിരവധി അസുഖങ്ങൾ നേരിടാൻ സഹായിക്കുന്നതിലൂടെ അവ നമ്മുടെ ശരീരത്തിന് ചേർന്നൊരു ചങ്ങാതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൃദ്ധ ആഹാരം കഴിക്കുക സമ്പൂർണ്ണ പോഷകം ശരീരത്തിൽ എത്തുന്നുണ്ട്. നമുക്കൊരു സമൃദ്ധ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഭക്ഷണം എടുക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഒരു ഭക്ഷണത്തിന് നമ്മൾ സമൃദ്ധ ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമൃദ്ധ ആഹാരമായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ലോകത്ത് മാറ്റങ്ങൾക്കും പുതുമകൾക്കും പിന്നാലെ ഈ ലോകം പായുമ്പോൾ ഈ പ്രാചീന ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്ന വാദം ഉന്നയിക്കാതെ നിലവിലുള്ള ഭക്ഷണ രീതിയെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നമുക്ക് നോക്കണം. ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ തരം ധാന്യങ്ങളും ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും അതുപോലെ പുതുതലമുറയ്ക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവയെ അവതരിപ്പിക്കാനും നാം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് പുതിയ തലമുറകളിലേക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്കും കുട്ടികളിലേക്കും എങ്ങനെയൊരു നല്ല ആരോഗ്യകരമായ ഭക്ഷണം എത്തിക്കണമെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ മിക്സുകൾ, പുട്ട് മിക്സുകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മുടെ ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്നതാണ്. കർക്കിടക കഞ്ഞി,